റോബേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പുതിയതായിട്ട് വാഹനം ഓടിക്കാൻ പഠിക്കുന്നവർക്കും സ്ത്രീകൾക്കും വളരെ ഈസി ആയിട്ട് വാഹനത്തെ അല്ലെ ഡ്രൈവിങ്ങിനെ എങ്ങനെ സമീപിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ നമുക്കറിയാം, പുതുതായിട്ട് വാഹനം ഓടിക്കാൻ പഠിക്കുന്നവരെ നിങ്ങൾ ഓരോരുത്തർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്ത്. വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ കോൺഫിഡൻസ് എപ്പോഴും ലാക്ക് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഇത് നമ്മളെ കൊണ്ട് ഓടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ റോഡിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. വാഹനം ഓടിക്കാൻ പഠിക്കുന്നവരെ സംബന്ധിച്ചാണ്. അതുപോലെ സ്ത്രീകൾക്കും അതുപോലെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന 10 പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഡ്രൈവിങ്ങിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അപകടങ്ങൾ കുറയ്ക്കാനുള്ള കുറേ ടിപ്പുകളാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ എന്താണല്ലോ, നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ട് അയക്കണം. റോബേഷോ എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഏത് വാഹനമാണ് നമ്മൾ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വാഹനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ 3 സാഹചര്യങ്ങൾ നിങ്ങളോട് പറയാം. അതിനുശേഷം നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒന്നാമത് എൻ്റെ ജീവിതത്തിലുണ്ടായ ചില സാഹചര്യങ്ങളാണ്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലൊരു വാഹനം മേടിച്ചതിന് ശേഷം അത് ഡ്രൈവിംഗ് ഒക്കെ സ്വയമേ കുറേ പഠിച്ചു. അതിനുശേഷം ലൈസൻസ് എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലൊന്നും പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ശാസ്ത്രീയമായിട്ട് വേറൊരു കാര്യങ്ങളൊന്നും അവർ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാർ ഓടിക്കുന്ന സമയത്ത് ഒരു ട്രാഫിക്കിലൊരു സമയത്ത് എൻ്റെ കൈ തട്ടി അറിയാതെ, ഒരു വെപ്രളം കൊണ്ടാണ് കൈ തട്ടി അറിയാതെ വൈപ്പറാണ് ഓണായത്. വൈപ്പർ ഓണായി കഴിഞ്ഞിട്ട് ഈ വൈപ്പർ എങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇത് ഓഫ് ആക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. പല സ്പീഡുകളിൽ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് പരിപൂർണ്ണമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് വണ്ടി ചവിട്ടി നിർത്തി എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഇത് എങ്ങനെയാണ് ഓഫാക്കുന്നതെന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് എനിക്ക് വൈപ്പർ ഓഫാക്കാണ്ട് സാധിച്ചത്. രണ്ടാമത് വേറൊരു സാഹചര്യം എന്ന് പറയുന്നത്, പിന്നീട് വണ്ടികൾ ഓടിക്കാൻ പഠിച്ചൊരു സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഡസ്റ്റർ എന്ന് പറഞ്ഞൊരു കാർ ഓടിക്കുകയാണ്. അപ്പോൾ ഡസ്റ്റർ ഓടിക്കാൻ വേണ്ടി വണ്ടി എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ വണ്ടി പോർച്ചിലാണ് കിടക്കുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ ഭിത്തിയും ഈ പറയുന്ന വാഹനവും തമ്മിൽ. അപ്പം ഇതിൻ്റെ റിവേഴ്സ് ഗിയർ വരുന്നത് എങ്ങനെ അറ്റത്ത് ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റും അവിടെ തന്നെയാണ്. പക്ഷേ ഞാൻ എങ്ങനെ ഗിയർ ഇട്ടിട്ടും എനിക്ക് വാഹനം റിവേഴ്സ് എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കും, വണ്ടി മുമ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരെ ഇരുന്നതിന് ശേഷമാണ് മനസ്സിലായത് ഈ ഗിയർ ലിവറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പും കൂടെ എൻഗേജ് ചെയ്ത് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇട്ടാൽ മാത്രമേ നമുക്ക് ആ റിവേഴ്സ് ഗിയർ വർക്ക് ആകുന്നുണ്ടായിരുന്നുള്ളൂ. അതേപോലെ വീണ്ടും ഒരു സാഹചര്യം ഉണ്ട്. അതിനുശേഷം മെഴ്സിഡീസ് ബെൻസ് എൻ്റെ ഒരു SUV ഓടിക്കുന്ന ഒരു സമയത്ത് വാഹനത്തിൽ കയറി ഇരുന്നിട്ട് വാഹനം അനക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പാർക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു വസ്തുതയായിട്ട് പറയാനുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കാറുകളുടെയും കൂടിയ കാറുകളുടെയും പാർക്ക് ബ്രേക്ക് വരുന്നത് ആ സെൻറ്റർ ടണലിലായിട്ട് ഒരു സ്വിച്ചായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ മെഴ്സിഡീസ് ബെൻസിൻ്റെ മിക്ക വാഹനങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് സ്റ്റിയറിങ്ങിനിടയിൽ നമ്മൾ ഇൻഡിക്കേറ്റർ പോലൊരു സ്വിച്ചിനകത്താണ് ഇതിൻ്റെ പാർക്ക് ബ്രേക്ക് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 3 സാഹചര്യം നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഏത് വാഹനമാണ് നിങ്ങൾ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ആ വാഹനത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ വാഹനത്തിനകത്ത് കയറി ഇരുന്നതിന് ശേഷം അതിൻ്റെ ഡാഷ്ബോർഡിലെ കൺട്രോൾസും മറ്റുള്ള സ്വിച്ചസും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം, അതുപോലെ തന്നെ നമ്മൾ ഒരു വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്, ബ്രേക്ക് നന്നായിട്ടുള്ള ഒരു വാഹനമാണ്, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടി നോക്കി കഴിഞ്ഞാൽ വാഹനം നിൽക്കുന്നുണ്ടോ, അതിൻ്റെ ഗിയറുകളുടെ പൊസിഷൻ എങ്ങനെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു വാഹനം വളരെ ക്ലിയർ ആയിട്ട് ഓടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അതിനെ സംബന്ധിച്ച് പറയുന്നത് എങ്ങനെയാണ്, നമ്മളൊരു വാഹനത്തിൻ്റെ സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോൾ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പുതുതായിട്ട് നമ്മളൊരു വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒത്തിരി ആയാസപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ നീളം നമുക്ക് എത്താതെ വരും ബ്രേക്കിലേക്ക്. അപ്പോൾ സീറ്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ് നമ്മൾ കാല് ഒത്തിരി അടുത്താണെങ്കിൽ പോലും നമ്മുടെ മുട്ടിനൊരു സ്ട്രെയിൻ കൂടുതലായിരിക്കണം. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചും ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഫുട് വെൽ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും നീറ്റ് ആയിരിക്കണം. നമ്മൾ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലുള്ള സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ കുപ്പി നമ്മൾ വെള്ളം കുടിച്ചിട്ട് മിച്ചം വരുന്ന കുപ്പി നമ്മൾ ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വാഹനം ഓടുന്നതിനനുസരിച്ച് ബ്രേക്കിൻ്റെ ഇടയിലോ ആക്സിലേറ്ററിൻ്റെ ഇടയിലൊക്കെ കയറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ ഇടയിലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വലിയ അപകടമാണ്. കാരണം നമ്മൾ ബ്രേക്ക് ആഞ്ഞു ഓട്ടിയാൽ പോലും വെള്ളം നിറച്ച കുപ്പിയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് താഴാതെ വരികയും വേറെ വണ്ടികളിൽ ഇടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുട് വെല്ല് എപ്പോഴും ക്ലിയർ ചെയ്തിടുക. അതുപോലെ സീറ്റിങ്ങിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോഴത്തെ എല്ലാ വണ്ടികൾക്കകത്തും ഹൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മാനുവൽ ആയിട്ടുള്ള സെറ്റപ്പുകൾ അല്ലെങ്കിൽ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പുകളുണ്ട്. നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റ് ചെയ്യുക. നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് റോഡിൻ്റെ വിസിബിലിറ്റി നമുക്ക് മാക്സിമം കിട്ടത്തക്ക രീതിയിൽ സീറ്റ്സിനെ ക്രമീകരിക്കുക. നമ്മുടെ കണ്ണിൻ്റെ ഐ ലെവൽ, ഈ നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡിൻ്റെ ഒത്ത നടുക്കായിട്ട് നമ്മൾ നടുക്കോടെ നോക്കുന്നത് പോലെ വേണം നമ്മുടെ ഒരു ഹൈറ്റ് ക്രമീകരിക്കാൻ. അതായത് നമുക്ക് മാക്സിമം ബ്ലൈൻഡ് സ്പോട്ടുകൾ കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഈ സൈഡിലുള്ള ഈ പില്ലറുകൾ, A പില്ലറും B പില്ലറും ഒക്കെ ഉണ്ട്. A പില്ലറുണ്ട്, ആ പില്ലർ നമുക്ക് മിക്കപ്പോഴും ഈ സൈഡ് വശം മറയാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സീറ്റ് ഇടുമ്പോൾ നമുക്ക് ആ പില്ലറുകൾ മറയ്ക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ സീറ്റ് ഇടാനായിട്ട് ശ്രമിക്കാം.
അടുത്തൊരു കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റുകൾ ധരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എയർ ബാഗുകളാണ് വാഹനത്തിനകത്ത് വരുന്നത്. പക്ഷേ വാഹനത്തിൻ്റെ എയർ ബാഗുകൾ ഡിപ്ലോയ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റുകൾ ധരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ SRS പോലുള്ള എയർ ബാഗുകളുടെ മെക്കാനിസം തന്നെ എങ്ങനെയാണ്, വാഹനം ഇടിച്ച് കഴിഞ്ഞാൽ എയർ ബാഗ് ഡിപ്ലോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റുകൾ ധരിക്കണം. അപ്പോൾ അത് മറക്കാതെ വണ്ടി കയറിയ ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് പലരും സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ കാരണം പറയുന്നത് അതൊരു അസ്വസ്ഥതയായിട്ടാണ്. പക്ഷേ വൺസ് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര ഈസിയാണ്. ബൈക്ക് ഓടിക്കുന്ന കാര്യത്തിൽ ഹെൽമെറ്റിൻ്റെ കാര്യം അങ്ങനെ ആദ്യം അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാതെ പുറത്ത് പോകാൻ പറ്റത്തില്ല. അപ്പം ഇതൊക്കെ ഒരു ശീലമാക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം നമ്മൾ സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിററുകളുടെ പൊസിഷൻ നോക്കണം. വണ്ടിയുടെ സൈഡിലേക്കും നമുക്ക് ബാക്കിലേക്കുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള IRBM ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. നമുക്ക് റോഡിൻ്റെ വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്. കാരണം AC ഇട്ടൊക്കെ ഓടുന്ന വണ്ടിയിൽ നമുക്ക് എപ്പോഴും തലയിട്ട് പുറത്തേക്ക് നോക്കാൻ പാടില്ല. അത് തന്നെ നിയമത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ കണ്ണാടികളിൽ നോക്കി വേണം വണ്ടി ഓടിക്കുക. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻസ് ആവശ്യമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാതെ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള മെയിൻ കാര്യങ്ങളൊന്നാണ് നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ. ദയവ് ചെയ്ത് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് തുടക്കക്കാരെന്നും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിൽ പലരും നമ്മളിത് ചെയ്യാറുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് വരുന്ന ഓരോ കോളിന് ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ്. പക്ഷേ കഴിവതും നമ്മൾ ഇത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഹാൻഡ്സ് ഫ്രീ ആയിട്ടുള്ള സിസ്റ്റംസ് പോലും നമ്മുടെ വാഹനങ്ങളിനകത്തെല്ലാം ഉണ്ട്. പക്ഷേ അതുപോലും ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകാനും വാഹനം അപകടത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കൂടുതൽ ചിന്തിക്കാനനുസരിച്ച് നമ്മുടെ റോഡിലുള്ള കോൺസെൻട്രേഷൻ കുറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ വോളിയത്തിൽ പാട്ടിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുമായിരിക്കും. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ റോഡിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ വാഹനത്തിനകത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഹൈ വോളിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വേറെ ഓപ്പോസിറ്റ് വരുന്ന ഒരു നമ്മുടെ വണ്ടിയുടെ ഇടിയും മുഴക്കമൊക്കെ കേട്ടുകൊണ്ട് അവരെ നമ്മുടെ വണ്ടിയിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാനും അപകടങ്ങൾക്കുള്ള ചാൻസസ് ആണ്. അതുകൊണ്ടാണ് ഹൈ വോളിയത്തിൽ പാട്ടിടരുന്ന് പറയുന്നത്. അപ്പം ഡിസ്ട്രാക്ഷൻസ് കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂട്ടുകാരുമായിട്ട് ചേർന്ന് പോകുമ്പം റോഡിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അതായത് വർത്തമാനം പറഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ മാറാനും കൂട്ടുകാരുമായിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരുന്ന് സംസാരിക്കുകയും ചെയ്താൽ അപകടം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും ദയവ് ചെയ്ത് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കത്തക്ക രീതിയിലുള്ള ചർച്ചകളിലേക്കൊന്നും പോകരുത്. അപ്പം വളരെയധികം ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യാനും ശ്രമിക്കുക. അടുത്തായിട്ട് ഇനി നാലാമത്തെ പോയിൻ്റാണ്. നാലാമത്തെ പോയിന്റ് വീണ്ടും നമ്മുടെ സീറ്റിംഗ് പൊസിഷനായിട്ട് തന്നെയാണ്. അത് വീണ്ടും ഒന്നുകൂടെ എടുത്ത് പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, അത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെഡൽസുമായിട്ട് നമ്മുടെ കാലിൻ്റെ നീളത്തെ ഒന്നുകൂടെ ക്രമീകരിക്കണമെന്നാണ് ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ക്രമീകരിച്ചില്ലെങ്കിൽ ലോങ് റൈഡുകളിൽ നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. കാലെത്താതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും. വണ്ടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചവിട്ടി നിർത്താൻ പറ്റുന്നത്. കാല് എത്തുന്നത് കൂടിപ്പോയി കഴിഞ്ഞാലും നീളം കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പം സീറ്റ് കൃത്യമായിട്ട് അലൈൻ ചെയ്യുക എന്നുള്ളത് ഒന്നുകൂടെ ഓർപ്പിക്കുന്നൊരു കാര്യം. പ്രത്യേകിച്ച് നമ്മൾ വണ്ടിയുടെ സീറ്റിലിരിക്കുമ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് നമ്മുടെ പുറവും നമ്മുടെ ബാക്ക് വശമൊക്കെ കറക്റ്റായിട്ട് സീറ്റിൽ പതിഞ്ഞു തന്നെ ഇരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ പല പൊസിഷനിൽ ഇരിക്കാറുണ്ടെങ്കിൽ ലോങ് റൈഡുകൾക്ക് നല്ല സുഖകരമായിട്ടുള്ള കംഫർട്ടബിൾ പൊസിഷനിൽ നമ്മൾ സീറ്റ്സിനെ ക്രമീകരിക്കണം. അത്യാവശ്യം നമ്മുടെ ബാക്ക് കറക്റ്റായിട്ട് റെസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ പുറകിൽ നമ്മുടെ ഹെഡ് റെസ്റ്റുകളും നമ്മുടെ ബാക്കിലേക്കും നമ്മൾ കറക്റ്റായിട്ട് റെസ്റ്റ് ചെയ്തുകൊണ്ട് റിലാക്സ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് വണ്ടി ഓടിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷനാണ്. അപ്പോൾ സ്റ്റിയറിംഗ് നമ്മൾ പിടിക്കുന്ന കാര്യത്തിൽ നമുക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ശരിക്കും പറയാം സ്റ്റിയറിംഗ് വീല് പിടിക്കാനായിട്ട് പ്രത്യേക പൊസിഷൻസ് ഒന്നും ആരും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പിടിക്കാൻ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോകുമ്പോൾ അവർ കുറച്ച് ടെക്നിക്കുകൾ പറഞ്ഞു തരുന്നുണ്ട്. അത് പറഞ്ഞു തരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങനെ ഉപയോഗിച്ചാൽ കുറച്ചും കൂടി എളുപ്പമാകുന്നുണ്ട്. നമ്മളെപ്പോഴും 10 to അതായത് 10 മണി 2 മണി പൊസിഷനിൽ വേണം പിടിക്കേണ്ടത്. അതായത് ക്ലോക്കിനകത്ത് നിങ്ങൾക്ക് അറിയാം സ്മൈലിംഗ് ഫേസ് പോലെ 10 മണിയിലേക്കും 2 മണിയിലേക്ക് ഇരിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പം നമ്മളെപ്പോഴും സ്റ്റിയറിംഗ് അങ്ങനെ പിടിക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുന്നത് സ്റ്റിയറിംഗ് നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ഒറ്റ കൈ കൊണ്ടൊക്കെ ഓടിക്കുക എന്ന് പറയുന്നത് ആദ്യമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വളരെ പ്രൊഫഷണലായിട്ട് സ്ഥിരം വണ്ടി ഓടിക്കുന്നവർ ഒറ്റ കൈയിലൊക്കെ ഓടിക്കും. പക്ഷേ പുതുതായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നവർ ഒറ്റ കൈയിൽ ഓടിച്ച് ഇനി എങ്ങാനും കൈ വിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ആക്സിഡൻറ്റ്സ് ആയിട്ടില്ലെങ്കിലും വണ്ടി റോഡിൻ്റെ സൈഡിലേക്ക് പെട്ടെന്ന് മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം 2 കൈയും പിടിച്ച് വണ്ടി ഓടിക്കുക. 10 to എന്ന് പറയുന്ന പൊസിഷനിലേക്ക് 10 മണി 2 മണി പൊസിഷനിലേക്ക് നിങ്ങൾ കൈ ഉപയോഗിച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഡ്രൈവിംഗ് കംഫോർട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ വണ്ടി നല്ല കൺട്രോൾ ഓടുന്നതായിരിക്കും. ആറാമത്തെ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. മിക്കവരും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഇല്ലാത്തൊരു മര്യാദയാണ് കറക്റ്റായിട്ട് വാഹനം വളവ് തിരിയുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇടാതെ പോകുന്നത്.
പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഓട്ടോക്കാരെയൊക്കെ നമ്മൾ കുറ്റം പറയാറുണ്ട്. ഓട്ടോക്കാർ വണ്ടി ലെഫ്റ്റാണോ റൈറ്റാണോ തിരിക്കുന്നത് അറിയാൻ പറ്റാതെ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അവരെ കുറ്റം പറയുമ്പോൾ ഓർക്കണം, നമ്മളും ഇതൊക്കെ ചെയ്യാറില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഡ്രൈവിങ്ങിന് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ജസ്റ്റ് വളവിൻ്റെ അവിടെ കൊണ്ടുവന്ന് മാത്രം നിങ്ങൾ ഇൻഡിക്കേറ്റർ എടുക്കുക. കാരണം പുറയിലുള്ളതിന് തീരുമാനം എടുക്കാനുള്ളൊരു സമയം കൊടുക്കണം. എന്നിട്ട് വണ്ടി കൊണ്ട് ആക്സിഡൻ്റ് ആയിട്ട് പറയുമ്പോഴത്തേന് പറയുന്നത് എന്താണ്, ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വണ്ടി തിരിഞ്ഞതെന്ന് പറയും. പക്ഷേ പുറയിലുള്ളതിന് റിയാക്ട് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നതാണ് ഒരു മര്യാദ എന്ന് പറയുന്നത്. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടു എന്നുള്ളത് അല്ല, എപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുന്നു, എപ്പം അതിൻ്റെ ഉപയോഗങ്ങളെ നമ്മൾ ക്രമീകരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദയവ് ചെയ്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള പാർക്ക് ലൈറ്റുകളും ഹസാർഡ് ലൈറ്റുകളൊക്കെ ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. ഹസാർഡ് എന്നൊക്കെ പറഞ്ഞാൽ നേരെ പോകുന്ന റോഡിൽ കൂടെയൊക്കെ ഹസാർഡ് ഇടുന്ന കണ്ടിട്ടുണ്ട്. അതായത് 4 കൂടുന്ന റോഡിൽ. ഹസാർഡിൻ്റെ ഉപയോഗം അതല്ല, ഹസാർഡിൻ്റെ ഉപയോഗം ആ ഒരു വാക്കിനകത്ത് തന്നെയുണ്ട്. വണ്ടി എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ആയിട്ട് റോഡിൽ ഒതുക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഹസാർഡ് ഉപയോഗിക്കുന്നത്. ലെഫ്റ്റും റൈറ്റും നമ്മൾ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കണം. ഇനി അടുത്തായിട്ട് ഇനി 7ാമത്തെ പോയിന്റ് നമുക്ക് സംസാരിക്കാം. സ്പീഡിനെ കുറിച്ചുള്ളൊരു കാര്യമാണ്. നമ്മൾ വാഹനം ഓടിക്കാൻ പഠിക്കുന്നവർ, പ്രത്യേകിച്ച് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് 100 കിലോമീറ്റർ സ്പീഡിൻ്റെ മുകളിലേക്ക് വാഹനം ഓടിക്കാനായിട്ടാണ് അവർ ശ്രദ്ധിക്കുന്നത്. അതെന്തോ ഒരു വീരകൃത്യമാണ് ശ്രദ്ധിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു വാഹനം നമ്മൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു മോഡറേറ്റ് സ്പീഡിൽ മാത്രം ഓടിക്കാൻ ശ്രമിക്കുക. ഒരു 30, 40, 50 ആ ഒരു സ്പീഡിൽ മാത്രം ഓടിച്ച് നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ വൺസ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടി കൂടുതൽ വേഗത്തിലേക്ക് നമുക്ക് ഓടിക്കാം. എന്നാൽ പോലും നമ്മുടെ റോഡിൽ അനുവദനീയമായിട്ടുള്ളൊരു വേഗം എന്ന് പറയുന്നത് പല റോഡുകളിലും പലതാണ്. എന്നാൽ 80 കിലോമീറ്റേഴ്സാണ് ഹൈവേസിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ച് വാഹനം ഓവർ സ്പീഡ് ചെയ്യാതെ, അതൊരു ഷോ ഓഫ് ആയിട്ട് വാഹനം ഓടിച്ച് മറ്റുള്ളവരൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുള്ളൊരു ചിന്തയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയുള്ള ചിന്തയിലേക്ക് കൊണ്ടുവരരുത്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ വാഹനം വളരെ കൺട്രോളായിട്ട് ഒരു നിയന്ത്രിത വേഗത്തിൽ മാത്രം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. അതിലൊരു കുറച്ചിലുമില്ല. നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ആകുന്നതിനനുസരിച്ച് വളരെ വേഗത്തിൽ വളരെ ഈസി ആയിട്ട് ഓടിക്കാനായിട്ട് പറ്റും. തുടക്കക്കാർ നിങ്ങൾ എന്താണെങ്കിലും കൺട്രോളബിൾ സ്പീഡിൽ മാത്രം വാഹനങ്ങൾ ഓടിക്കുക. അടുത്തതിന് 8ാമത്തെ പോയിൻ്റാണ്. 8ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ വണ്ടിയായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ക്രമീകരിക്കുന്നതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ തൊട്ട് ചിലപ്പോൾ വാഹനങ്ങൾ ഓടിക്കാറുണ്ട്. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ മിക്കപ്പോഴും പുറകെ കൊണ്ട് ഇടിക്കുന്നത് എപ്പോഴാണ്, നമുക്ക് വേണ്ട ഗ്യാപ്പുകൾ ഇല്ലാത്തപ്പോഴാണ്. കാരണം ചിലപ്പോൾ ട്രാഫിക്കിലാണെങ്കിലും നമ്മൾ തൊട്ട് പോകുമ്പോൾ ഫ്രണ്ടിലെ വണ്ടി പെട്ടെന്ന് ചവിട്ടുമ്പോൾ നമ്മൾ കൊണ്ട് ഇടിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ളൊരു സമയം കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് വളരെ കുറവുള്ളതുകൊണ്ടാണ് വണ്ടി ആക്സിഡൻസ് ആകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു വാഹനം വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് നമുക്ക് ബ്രേക്കിംഗ് ചെയ്യാനുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളിപ്പം പറയാറില്ല, ഒരു വള്ളപ്പാട് അകലെ നമ്മൾ നിർത്തണമെന്ന് പറയുന്ന പോലെ തന്നെ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത്, മിനിമം ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എങ്കിലും നമ്മൾ സൂക്ഷിക്കണം. ഇപ്പോൾ ഈ ഒരു കാറിന് ഒരു ലെങ്ത് ഉണ്ട്, ആ ഒരു കാറിൻ്റെ എങ്കിലും ലെങ്ത്തിൽ ബാക്കിൽ നമ്മൾ വണ്ടി ഓടിക്കണം എന്നാണ് പറയുന്നത്. അത് സ്പീഡ് അനുസരിച്ചാണ് കേട്ടോ, അതൊരു യൂണിവേഴ്സൽ റൂൾ അല്ല. എന്നാലും നല്ലൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ആക്സിഡൻറ്റ്, ഫ്രണ്ടിലെ വണ്ടി എപ്പോൾ ചവിട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. 9ാമത്തെ പോയിൻ്റാണ് ഹോണുകളുടെ ഉപയോഗമാണ്. അപ്പം ഇത് 2 തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹോൺ തീരെ ഉപയോഗിക്കാത്തവരുണ്ട്, എന്നാൽ ഹോൺ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടിക്കകത്ത് ഹോൺ തന്നിരിക്കുന്നതിന് പ്രത്യേകിച്ച് കറണ്ട് ചിലവൊന്നും ചിലവാകുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് വളവുകൾ വരുമ്പോഴും നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടുകൾ വരുമ്പോഴും നമുക്ക് ചില കയറ്റങ്ങൾ കയറി വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ വശം കാണാൻ വരും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ദയവ് ചെയ്ത് ഹോൺ അടിക്കണം. കാരണം ഓപ്പോസിറ്റ് വരുന്ന ആൾക്കും ഇത് തന്നെ അവസ്ഥ. അപ്പം നമ്മൾ 2 കൂട്ടരും കാണാതെ നേരെ കൊണ്ടുവന്ന് ഇടിക്കുന്നതിനേക്കാളും നല്ലത് ഹോൺ അടിച്ചാൽ പരസ്പരം അലേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വേറൊരു കാര്യമുണ്ട്, ഹോൺ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൾച്ചർ. വിദേശ രാജ്യങ്ങളിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഹോൺ ഉപയോഗിക്കുന്നത് വളരെ റെയറായിട്ടാണ്. അവർ ആവശ്യമുണ്ടെങ്കിൽ, അവരുടെ റോഡിൻ്റെ സംവിധാനങ്ങൾ കുറച്ചുകൂടെ നല്ലതായതുകൊണ്ട് അവർക്ക് എപ്പോഴും ഹോൺ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. പക്ഷേ നമുക്കിങ്ങനെ ഉള്ള നമ്മുടെ അടുത്ത റോഡുകൾ കാര്യങ്ങളൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയതുകൊണ്ട് ഹോൺസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹോൺ അടിപ്പിച്ച് മറ്റവനെ വെറുപ്പിക്കാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രാഫിക്കിൽ നിൽക്കുമ്പോഴും ജസ്റ്റ് ആ പുള്ളിക്കാരൻ 1-2 സെക്കൻഡ് താമസിച്ചാൽ പോലും നമ്മൾ ഹോൺ അടിച്ച് വെറുപ്പിക്കുന്ന കാണും. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഒരു റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ ഓവർടേക്ക് ചെയ്യാതെ നമ്മളെ വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൺ അടിച്ച് അവർ വെറുപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അജിറ്റേറ്റ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ കഴിവതും ഹോണിൻ്റെ ഉപയോഗത്തെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഹോൺ എന്ന് പറയുന്നത് നമ്മുടെ റോഡിൽ നമ്മുടെ വാശിയും വൈരാഗ്യം കാണിക്കാനുള്ളൊരു സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് ഹോണ് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഉള്ളവർ നമ്മളെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നമ്മളെ മൂപ്പിക്കും, നമ്മൾ തിരിച്ചവരെ മൂപ്പിക്കും. അതുകൊണ്ട് ആക്സിഡൻസ് ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഇനി അവസാനത്തെ പോയിന്റ് നിങ്ങളോട് പറയുന്നത്, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വളരെ കാമായിട്ട് വളരെ നല്ലൊരു മൂഡിൽ വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. മിക്ക അപകടങ്ങളും ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൂഡ് ചേഞ്ച് കൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ അമിത ദേഷ്യമുള്ളപ്പോൾ നമ്മൾ ആക്സിലേറ്ററിലായിരിക്കും ആ പവർ മുഴുവൻ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വണ്ടി അതിവേഗം പോവുകയും ആക്സിഡൻറ്റ് ആകുകയൊക്കെ ചെയ്യും. പിന്നെ വളരെ ടെൻഷനും മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയില്ലാതെ വരും. അപ്പം നല്ലൊരു മൂഡ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാഹനം ഓടിക്കുക. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വാഹനം ഓടിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോഴത്തേനും നമുക്ക് തന്നെ വാഹനം ഓടിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിലൊരു ഇതാണ്, ഒരു ആഗ്രഹമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ മറ്റുള്ളവർ അഡ്മയർ ചെയ്യുന്നത്. പക്ഷേ വേറെ കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂഡ് ചേഞ്ച് ഉണ്ടെങ്കിൽ, നിങ്ങൾ വളരെ ദേഷ്യത്തിലിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ വാഹനം നിങ്ങൾ ഓടിക്കാതെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൂട്ടുകാരനെ കൊണ്ടോ നമ്മുടെ കൂടെ വരുന്നവരെ കൊണ്ട് ഓടിക്കുക. സിംഗിളായിട്ട് പോകുന്ന
പോകുന്ന സമയത്താണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതിങ്ങനെയുള്ള മൂഡാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വാഹനം ഒതുക്കിയിട്ട് കാമായതിനു ശേഷം മാത്രം വാഹനം ഓടിക്കുക. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് റിസ്കുകൾക്ക് നിങ്ങൾ പോകരുത്. ഉറങ്ങുക എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ നമ്മളൊരു അരമണിക്കൂറെങ്കിലും എവിടെയെങ്കിലും സേഫായിട്ടുള്ള സ്ഥലത്ത് ഉറങ്ങിയതിന് ശേഷം മാത്രം വാഹനം ഓടിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഡ്രൈവിംഗ് ടിപ്സ്. നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചേർക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഇതുപോലെ ധാരാളം നല്ല വെഹിക്കിൾ ടിപ്സുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ചേർക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.